ഹലോ നമസ്കാരം. അങ്ങനെ മറ്റൊരു യാത്രാ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത്തവണ നമ്മളൊരു ബൈക്ക് ട്രിപ്പാണ് പോണത്. ഇന്ത്യക്ക് പുറത്തുള്ള ഒരു ബൈക്ക് ട്രിപ്പ്. ഈ യാത്ര ലാവോയിലേക്കാണ്. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ഇതുവരെ കാണാൻ പറ്റാത്ത ഒരു രാജ്യമാണ് ലാവോ. അതുകൊണ്ട് ഇത്തവണ ഒരു 10 ദിവസത്തെ ട്രിപ്പ് ലാവോയ്ക്ക് വെക്കാമെന്ന് വിചാരിച്ചു. ഇത് കഴിഞ്ഞ നവംബറിൽ ചെയ്ത ഒരു ട്രിപ്പാണ്. അപ്പോൾ ഈ യാത്ര നമ്മൾ തുടങ്ങുന്നത് ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്നാണ്. ബാംഗ്ലൂരിൽ നിന്ന് തായ് എയർവേസിൻ്റെ ഫ്ലൈറ്റാണ് ബുക്ക് ചെയ്തിരുന്നത്. ഇവിടുന്ന് നേരെ ബാങ്കോക്കിൽ നിന്ന് കണക്ഷൻ ഫ്ലൈറ്റ് വിയൻറ്റിയാൻ ആണ് ലാവോയുടെ ക്യാപിറ്റൽ. ഇതിനു മുമ്പ് നമ്മൾ തായ്ലൻഡ്, കംബോഡിയ, വിയറ്റ്നാം ഒക്കെ കവർ ചെയ്തിരുന്നു. ആ ഗ്രൂപ്പിൽ വിട്ടുപോയ ഒരു രാജ്യമാണ് ലാവോ. അതുകൊണ്ട് എന്തായാലും അതുകൂടെ കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളൊരു ധാരണയിലാണ് ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. വളരെ മനോഹരമായ ബാംഗ്ലൂർ എയർപോർട്ട്. ഫെസിലിറ്റീസിൻ്റെയും ഭംഗിയുടെയും കാര്യത്തിൽ ഇന്ത്യയിലെ ഒരു മികച്ച എയർപോർട്ട് തന്നെയാണ് ബാംഗ്ലൂർ എയർപോർട്ട്. നമ്മുടെ ഫ്ലൈറ്റ് മിഡ്നൈറ്റ് 12:30 ഉള്ളൂ. 2 മണിക്കൂർ നേരത്തെ തന്നെ ബാംഗ്ലൂർ എയർപോർട്ട് എത്തി. ഇവിടുന്ന് ഒരു 3.5 മണിക്കൂറാണ് ബാങ്കോക്കിലേക്കുള്ള ഫ്ലൈറ്റ് ടൈം. അപ്പോൾ ഒരു ചെറിയ മയക്കത്തിനാണ് ചാൻസ് ഉള്ളൂ. ബാങ്കോക്കിൽ ഓൾമോസ്റ്റ് 6.5 മണിക്കൂറോളം വെയിറ്റിംഗ് ഉണ്ട് വിയൻറ്റിയനിലേക്കുള്ള ഫ്ലൈറ്റ് എടുക്കാൻ. അതുകൊണ്ട് ഫ്ലൈറ്റിൽ കയറിയ പോലെ കുറച്ച് നേരം ഉറങ്ങാമെന്ന് വിചാരിച്ചു. നമ്മൾ ഇംഗ്ലീഷ് എഴുതുമ്പം സ്പെല്ലിംഗ് പ്രകാരം ലാവോസ് എന്നാണ്, പക്ഷേ അതിൻ്റെ യഥാർത്ഥ പേര് ലാവോ എന്ന് തന്നെയാണ്. പലരും ലാവോസ് എന്ന് പറയുമെങ്കിലും നമുക്ക് തൽക്കാലം ലാവോ എന്ന് തന്നെ വിളിക്കും. നല്ല ഭംഗിയാണ് ഈ സുവർണഭൂമി എയർപോർട്ടും അതിൻ്റെ പരിസരങ്ങളും ഒക്കെ. ആകാശത്ത് താഴോട്ട് നോക്കുമ്പോൾ തന്നെ വളരെ മനോഹരമായ ഒരു പ്രഭാത കാഴ്ചയാണ് ബാങ്കോക്കിൻ്റേത്. നേരം വെളുത്തു തുടങ്ങിയപ്പോഴത്തേക്കും ബാങ്കോക്ക് എയർപോർട്ടിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളാണ്. സുവർണഭൂമി എയർപോർട്ട് വളരെ തിരക്കുള്ള ഒരു എയർപോർട്ടാണ്. പ്രധാനമായിട്ടും 2 എയർപോർട്ടാണ് ബാങ്കോക്കിൽ. ഒന്ന് ഡോങ് മുയിങ്ങും പിന്നെ ഈ സുവർണഭൂമിയും. നമ്മൾ സാധാരണ ബഡ്ജറ്റ് ഫ്ലൈറ്റ് ഒക്കെ എടുത്ത് എയർ ഏഷ്യയിലൊക്കെ പോകുമ്പോൾ ഡോങ് മുയിങ് എയർപോർട്ടിലേക്കാണ് ഫ്ലൈറ്റ് ചെല്ലുന്നത്. തായ് എയർവേസ് കൂടാതെ മറ്റു ചില ഇന്റർനാഷണൽ എയർലൈൻസുകളെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്ന സുവർണഭൂമി എയർപോർട്ടിൽ നിന്നാണ്. അപ്പോൾ രാവിലെ അവിടെ ചെന്നു. 6 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടതുകൊണ്ട് പിന്നെ അധികമൊന്നും ആലോചിച്ചില്ല. ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് അധികം തിരക്കില്ലാത്തൊരു മൂലയ്ക്ക് 2 മണിക്കൂർ ചാരി ഇരുന്ന് ഉറങ്ങി. 11 മണിയോടുകൂടി അവിടെ നിന്ന് എണീറ്റു. 11:30 മണിയോടുകൂടിയാണ് ഫ്ലൈറ്റ്. ഇത് ഇവിടുന്ന് മറ്റൊരു ടെർമിനലാണല്ലോ, അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് തന്നെയുള്ള എയർപോർട്ട് ഷട്ടിൽ ട്രെയിൻ എടുക്കണം. ഷട്ടിൽ ട്രെയിനിൽ കയറി ഇവിടുന്ന് ഹാർഡ്ലി ഒരു 50-55 മിനിറ്റ്സേ ഉള്ളൂ ഫ്ലൈയിങ് ടൈം വിയൻറ്റിയനിലേക്ക്. ചെറിയ ഫ്ലൈറ്റാണ്. ഷട്ടിൽ ട്രെയിനിൻ്റെ മനോഹരമായ കാഴ്ചകൾ. ഓട്ടോമാറ്റിക് ക്ലീനിങ് ബൈ റോബോട്ട്. ഉച്ചയാകാൻ തുടങ്ങിയതുകൊണ്ട് ചെറുതായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. ഫ്ലൈറ്റിൽ കയറുന്നതിന് മുമ്പ് തന്നെ അവിടെ നിന്ന് ചെറുതായി ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. ലഞ്ച് കഴിച്ച് വീണ്ടും ഒരു 3/4 മണിക്കൂറോളം വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. സമയം പോകാൻ ഒരു ബിയറൊക്കെ അടിച്ച് അവിടെ ഇരുന്നു. അധികം വൈകാതെ തന്നെ ഫ്ലൈറ്റ് പുറപ്പെട്ടു. ഓൺ ടൈം തന്നെയായിരുന്നു. ഏതാണ്ട് 12:30 ഫ്ലൈറ്റ് വിയൻറ്റിയനിലെത്തി. വിയൻറ്റിയൻ്റെ ആകാശ ദൃശ്യങ്ങൾ ബാങ്കോക്ക് പോലെയല്ല, വളരെ ചെറിയൊരു സിറ്റിയാണ്. അതുകൊണ്ട് വലിയ തിരക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല. റോഡൊക്കെ ആണെങ്കിലും മുകളിൽ നോക്കുമ്പോഴും റോഡുകളൊന്നും അങ്ങനെ വലിയ തിരക്ക് കാണുന്നില്ല. വളരെ ചെറിയൊരു സിറ്റിയാണ് വിയൻറ്റിയൻ. പോപ്പുലേഷനും ബാങ്കോക്ക് വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. പിന്നെ ടൂറിസ്റ്റുകളുടെ വരവാണെങ്കിലും തായ്ലൻഡ്, കംബോഡിയ, വിയറ്റ്നാം ഒക്കെ പോകുന്ന അത്രയും തന്നെ ടൂറിസ്റ്റുകൾ ലാവോയിലേക്ക് സാധാരണ വരാറില്ല. ഈ സർക്യൂട്ടിലെ തിരക്കും ടൂറിസ്റ്റുകളും കുറഞ്ഞ ഒരു ലൊക്കേഷനാണ് ലാവോ. അങ്ങനെ നമ്മൾ ലാവോ എയർപോർട്ടിൽ ഇറങ്ങി. ചെറിയൊരു എയർപോർട്ട്. അവിടുന്ന് തന്നെ എയർപോർട്ടിൽ നിന്ന് തന്നെ ഷട്ടിൽ സർവീസ് ഉണ്ടായിരുന്നു സിറ്റി സെന്ററിലേക്ക്. അത് ഏതാണ്ട് മാക്സിമം 10 കിലോമീറ്ററോളം. ഞാൻ ബുക്ക് ചെയ്തിരുന്ന ഹോട്ടല് മലിംഗ്ഫു എന്ന് പറഞ്ഞൊരു ഹോട്ടൽ നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തിരുന്നു. ഷട്ടിൽ സർവീസ് ഓൾമോസ്റ്റ് ആ ഹോട്ടലിനടുത്ത് വരെ പോകുന്നുണ്ട്. പിന്നെ റോഡൊക്കെ കാണുമ്പോൾ പഴയ ഒരു കൺട്രിയുടെ ക്യാപിറ്റൽ സിറ്റിയുടെ പ്രൗഢി ഒന്നും കാണുന്നില്ല. ചെറിയ ഒരു സിറ്റി. ഇതൊരു പഴയ ഒരു ഫ്രഞ്ച് കോളനിയായിരുന്നു. അപ്പോൾ കുറച്ച് ഫ്രഞ്ച് ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ട്. മലിനാം ഫു ഹോട്ടൽ വിയൻറ്റിയൻ റെയിൻബോ റെസ്റ്റോറൻറ്റ്.
here is one Marina Fu Hotel. ഇതാണ് ഹോട്ടലിന്റെ റിസപ്ഷൻ ഒക്കെ. ഇവിടെ നമ്മൾക്ക് ഏതാണ്ട് $28 നൈറ്റിന് അയക്കുന്നത്. Your direct is cheaper or Agoda is okay? You directly say if I book it is $25 USD, right? ഞാനിത് അഗോഡ വഴിയാണ് ബുക്ക് ചെയ്തത്. ഡയറക്റ്റ് ആണെങ്കിൽ നമുക്ക് $2 കുറവുണ്ടെന്നാണ് പുള്ളി പറയുന്നത്. Breakfast coupon. Till what time? എനിവേ അങ്ങനെ നമ്മൾ ചെക്ക് ഇൻ ചെയ്തു. ഇത് മുകളിലേക്കാണ്, സെക്കൻഡ് ഫ്ലോറിലാണ് റൂം. പക്ഷേ ഇവിടെ ലിഫ്റ്റ് ഇല്ല. അപ്പം നമ്മുടെ കയ്യിൽ ബാക്ക് പാക്ക് കൂടാതെ ഒരു കാർട്ടൺ ഉണ്ട്. കാരണം നമ്മൾ മോട്ടോർ സൈക്കിളിൻ്റെ ഉദ്ദേശിച്ചുകൊണ്ട് ചെറുകിട റൈഡിങ് ഗിയറും ഹെൽമെറ്റും എല്ലാം കൂടെ ഉള്ളതുകൊണ്ട് അതൊരു കാർട്ടണിലാക്കിയാണ് നമ്മൾ കൊണ്ടുവന്നത്. അതുകൊണ്ട് ലിഫ്റ്റ് ഇല്ലാത്ത കാരണം 2 നില മുകളിലേക്ക് ചുമന്ന് കയറ്റേണ്ടി വന്നു. ഇതാണ് സെക്കൻഡ് ഫ്ലോറിൽ നിന്നുള്ള വ്യൂ. ചെറിയൊരു സ്വിമ്മിംഗ് പൂളൊക്കെ കാണുന്നുണ്ട്. ഉച്ച കഴിഞ്ഞ് ചെറിയൊരു മൂടലുണ്ട്, പക്ഷെ മഴ കാണുമെന്ന് തോന്നുന്നില്ല. ചെറിയൊരു മൂടലാണ്, അതുകൊണ്ട് അധികം വെയിലില്ല. റൂമിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ബേസിക് റൂം, പഴയ ഒരു ഫ്രഞ്ച് സ്റ്റൈൽ ബിൽഡിംഗ് ആണ്. പിന്നെ നല്ല ലൊക്കേഷൻ, നല്ല അഡ്വാൻറ്റേജ് ആണ്. സിറ്റിക്ക് ഓൾമോസ്റ്റ് സിറ്റി സെന്റർ തന്നെ പറയാം. ഇപ്പോൾ ഇവിടെ 2 ദിവസം നിൽക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ചെറിയൊരു ബാത്റൂം, AC, ചെറിയൊരു മിനി ഫ്രിഡ്ജ്, ഇത്രയൊക്കെയാണ് റൂമിലെ ഫെസിലിറ്റീസ്. അപ്പൊ നമ്മൾ അൺപാക്ക് ഒക്കെ ചെയ്തപ്പോൾ അതൊക്കെ പുറത്തേക്കൊന്ന് ഇറങ്ങി പരിസരമൊക്കെ നിരീക്ഷിക്കാന്ന് വിചാരിച്ചു. ശാന്തമായ ഒരു പരിസരമൊക്കെയാണ്. അവർക്ക് അവിടെ തന്നെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. പിന്നെ കുറച്ച് ലേറ്റായി റെസ്റ്റോറന്റിൽ പോയി എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു നേരെ റെസ്റ്റോറന്റിലേക്ക് പോയി. ചെറിയൊരു നടുമുറ്റം പോലെ ഉണ്ട് അവിടെ. അങ്ങനെ പുറത്തും കുറച്ച് കസേരകളും ടേബിളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ അധികം ടൂറിസ്റ്റുകളൊന്നും കാണുന്നില്ല. എനിക്ക് തോന്നുന്നു ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ച് ക്രൗഡ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഒരു ക്വിക്ക് ലഞ്ച് അവിടെ നിന്ന് കഴിച്ചു. പിന്നെ പുറത്തേക്ക് ഇറങ്ങി. ഇതൊക്കെയാണ് പരിസരങ്ങൾ. ഇതാണ് നമ്മുടെ ഒരു പ്ലാൻ. ടൂറിന്റെ ഒരു പ്ലാന് 10 ദിവസത്തെ പ്ലാനാണ്. വിയൻഡനിൽ തുടങ്ങി വിയൻഡനിൽ തന്നെ അവസാനിക്കുന്ന ഒരു ബൈക്ക് ട്രിപ്പാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. പ്ലാൻ അനുസരിച്ച് ഇന്ന് ഇവിടെ എത്തി ബൈക്ക് റെന്റലിന് കൊടുക്കുന്ന സ്ഥലം വരെ പോകണം. ബൈക്ക് റെന്റൽ ഫൈനലൈസ് ചെയ്തിട്ട് നാളെ വിയൻഡൻ ലോക്കൽ കാഴ്ചകളൊക്കെ കാണാമെന്നാണ് പ്ലാൻ ഇട്ടേക്കുന്നത്. അത് കഴിഞ്ഞ് മറ്റന്നാൾ രാവിലെ ഇവിടുന്ന് പുറപ്പെട്ട് ലുവാങ് പ്രവാങ്ങിലേക്ക് യാത്ര തിരിക്കാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്ലാൻ. അങ്ങനെ ഗൂഗിൾ നോക്കിയപ്പോഴത്തേക്ക് ബൈക്ക് റെന്റൽ സ്ഥലം ഓൾമോസ്റ്റ് 2.5 കിലോമീറ്റർ ഇവിടെ നിന്നുള്ളൂ. നല്ല ക്ലൈമറ്റ് ഒക്കെ ആണെന്ന്. അപ്പോൾ അതൊക്കെ ഒരു ഈവനിങ് വാക്കാട്ടെ എന്ന് വിചാരിച്ച് അങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വിയൻഡനിന്റെ നഗര കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ അതൊക്കെ ബൈക്ക് റെന്റൽ സ്ഥലത്തേക്ക് വെച്ച് പിടിച്ചു. ഇത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ബൈക്ക് റെന്റൽ ഷോപ്പാണ്. ഫുവാർക്ക് ബൈക്ക് റെന്റൽ വിയൻഡനിലെ വളരെ ഫേമസ് ആണ്. ധാരാളം ഫോറിനേഴ്സ് ഒക്കെ ഇവിടെ വന്ന് മോട്ടോർ സൈക്കിൾ റൈഡേഴ്സ് എല്ലാം വണ്ടി ഹയർ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. പുള്ളിയുടെ നല്ല കളക്ഷൻ ഉണ്ട്. ഇഷ്ടംപോലെ ബൈക്കെല്ലാം ഉണ്ട്. ഹോണ്ട, യമഹ, കാവസാക്കി, മേജർ ബ്രാൻഡുകളെല്ലാം ഉണ്ട്. കൂടുതലും ഓഫ് റോഡ് ബൈക്കാണ്. മോട്ടോ ക്രോസും അഡ്വഞ്ചർ ബൈക്കുകളാണ് പുള്ളിയുടെ അവിടെ കൂടുതലും. കാരണം ലാവോയിലെ ഇന്റീരിയർ റോഡ്സ് എല്ലാം വളരെ മോശമാണ്. പിന്നെ ആൾക്കാർക്ക് പ്യുവർ ഓഫ് റോഡ് ചെയ്യേണ്ടവർക്ക് അതിനുള്ള സൗകര്യമുണ്ട്. അങ്ങനെ ഫുവാർക്കിലെത്തി ധാരാളം വണ്ടികൾ അവരിങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബൈക്ക് റെന്റലിന് പോകേണ്ട വണ്ടികളാണ്. നാളത്തേക്ക് നമുക്കൊരു XR 150 ആണ് തരാമെന്ന് പറയുന്നത്. ഈ വണ്ടി നാളെ കഴിഞ്ഞത്തേക്ക് റെഡിയാകത്തേ ഉള്ളൂ. കാരണം കുറച്ച് സർവീസ് പെൻഡിങ് ആണ്. ഇതാണ് XR 250 ആണിത്. ഇത് നാളെ കഴിഞ്ഞ് മുതൽ ഓടിക്കാം. നാളത്തേക്ക് ഒരു XR 150 ലോക്കൽ ആയതുകൊണ്ട്, ലോക്കൽ പോകാനായതുകൊണ്ട് ഒരു ദിവസത്തേക്ക് അത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ അത് ഫൈനലൈസ് ചെയ്തിട്ട് തിരിച്ച് നമ്മൾ ഹോട്ടലിലെത്തി. ഇത് ഹോട്ടലിനടുത്തുള്ള സന്ധ്യാ കാഴ്ചകളാണ്. നല്ലൊരു ഫൗണ്ടൻ. പിന്നെ ഹോട്ടലിന് തൊട്ടടുത്ത് തന്നെയാണ് മിക്കോങ് റിവർ. മിക്കോങ് നദി ഭയങ്കര ഫേമസ് ആണ്. ചൈന, കംബോഡിയ, തായ്ലൻഡ് ഇതൊക്കെ ടച്ച് ചെയ്ത് പോണ വലിയൊരു റിവറാണ്. ഈ ലാവോയിൽ കൂടെയും മിക്കോങ് നദിയുടെ ഉപനദികളും മെയിൻ നദിയൊക്കെ ഒഴുകുന്നുണ്ട്. അപ്പോൾ റിവർ സൈഡിലേക്ക് നടക്കാമെന്ന് വിചാരിച്ചു. ഏതായാലും സമയം പോകണമല്ലോ. ഇവിടുത്തെ പോപ്പുലേഷൻ പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എന്താ പറയുക, ഒരു യങ് നേഷനാണ്, ഒരു യങ് കൺട്രിയാണ്. 25 വയസ്സിൽ താഴെയുള്ളവരാണ്. ഓൾമോസ്റ്റ് 55% രാജ്യത്തെ പോപ്പുലേഷൻ 25 വയസ്സിൽ താഴെയുള്ളവരാണ്. കുറച്ച് ഈ കൺട്രിയുടെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ അതനുസരിച്ചുള്ള പോപ്പുലേഷൻ ഇല്ല. ആകപ്പാടെ ഒരു 2025 പ്രൊജക്ഷൻ എന്ന് പറഞ്ഞ ഒരു 80 ലക്ഷം പേരാണ് മാക്സിമം അവിടെ ലാവോയിലുള്ള പോപ്പുലേഷൻ എന്ന് പറയുന്നത്. പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടുതലും സിറ്റി കേന്ദ്രീകരിച്ചാണ്. ഗ്രാമങ്ങളിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വളരെ
തിൻലി പോപ്പുലേറ്റഡ് ഉള്ള സ്ഥലങ്ങളാണ് കൂടുതലും. ഒരു ചതുരശ്ര കിലോമീറ്ററിലാകപ്പാടെ 34 പേരാണ്ടേ ഉള്ളൂ ഇപ്പോഴത്തെ കണക്കനുസരിച്ച്. റിവർ സൈഡിൽ അങ്ങനെ എത്തിപ്പെട്ടു. കുറച്ച് കടകളും പിന്നെ റെസ്റ്റോറന്റ് അതൊക്കെയാണ് റിവർ സൈഡിലുള്ളത്. അങ്ങനെ വലിയൊരു തിരക്കൊന്നുമില്ല. ടൂറിസ്റ്റുകൾ പിന്നെ കുറച്ച് ഫാമിലീസ് ഒക്കെ ലോക്കൽ ക്രൗഡൊക്കെ ഉണ്ട്. കുട്ടികളൊക്കെ ആയിട്ട് വന്ന് കുറെ പേര് ഇവിടെ ഡാഷിംഗ് കാർ എൻജോയ് ചെയ്യുന്നുണ്ട്. ഒരു മണിക്കൂറോളം അതിലേക്ക് നടന്നു. പല ടൈപ്പുള്ള പിന്നെ സ്ട്രീറ്റ് ഫുഡിന്റെ ഏരിയ, പിന്നെ കോസ്മെറ്റിക്സ്, തുണികൾ, അങ്ങനെ ചെറിയ ജുവലറി, അങ്ങനെയുള്ള ചെറുകിട സ്റ്റോളുകൾ ധാരാളം ഉണ്ട്. ഇവിടെ മെയിനായിട്ട് 2 നൈറ്റ് മാർക്കറ്റാണ് ഉള്ളത്. ഇത് റിവർ സൈഡിലുള്ള നൈറ്റ് മാർക്കറ്റ്, പിന്നെ മേജർ ഒരു ഫുഡ് സ്ട്രീറ്റ് പോലെ കുറച്ച് മാറിയുണ്ട്. അത് പിന്നീട് ഒരിക്കൽ കാണാമെന്ന് വിചാരിച്ചു. വലിയ ദൂരമില്ല, അടുത്ത് തന്നെയാണ്. അങ്ങനെ റിവർ സൈഡിൽ കൂടെ ഒക്കെ നടന്ന് ഓൾമോസ്റ്റ് 9 മണിയായി. അപ്പോൾ ഡിന്നർ കഴിക്കാമെന്ന് വിചാരിച്ചു. അവിടെ ചെന്ന് ആക്ച്വലി ഇന്ത്യൻസ് നടത്തുന്ന റെസ്റ്റോറൻ്റ് ആണ്. അതുകൊണ്ട് അവിടെ തന്തൂരി ടൈപ്പ് ഫുഡൊക്കെ ഉണ്ട്. നമ്മളേതായാലും ഒരു ലാവോയിൽ പോയിട്ട് ഇന്ത്യൻ ഫുഡ് കഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ലാവോ ഫുഡ് തന്നെ കഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പോർക്ക് നൂഡിൽസും ഒരു ബിയറും ഒക്കെ കഴിച്ചിട്ട് നല്ല സാലഡൊക്കെ ഉണ്ടായിരുന്നു. തിരിച്ച് റൂമിലേക്ക് പോയി. നാളെ ഇനി രാവിലെ നേരത്തെ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യണം. കാരണം നാളെ ലോക്കൽ BNDN കാഴ്ചകൾ കാണാനുള്ള ഒരു ദിവസമായിട്ട് മാറ്റി വെച്ചേക്കാണ്. അതുകൊണ്ട് നാളെ നേരത്തെ എണീറ്റ് കാഴ്ചകൾ കണ്ടു തുടങ്ങാവുന്ന കണക്കൂട്ടിലാണ്. അപ്പോൾ ഇതൊക്കെയാണ് ആദ്യത്തെ ദിവസത്തെ ട്രാവൽ വിശേഷങ്ങൾ. നാളെ രാവിലെ നമുക്ക് ആക്ച്വൽ BNDN കാഴ്ചകളിലേക്ക് കടക്കാം. അപ്പം നമ്മൾ 2ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. രാവിലെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി 6:30 മണിക്ക് തന്നെ ഇറങ്ങി. അടുത്തൊരു 1.5 കിലോമീറ്റർ മാറിയാണ് ഈ പട്ടോക്സി വാർ മെമ്മോറിയൽ ഉണ്ട്. മനോഹരമായ ഒരു വാർ മെമ്മോറിയൽ ഗേറ്റ് ആണ്. എന്നാൽ പിന്നെ രാവിലെ അങ്ങോട്ട് പോയിട്ട് അത് കണ്ടിട്ട് തിരിച്ചു വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. രാവിലെ 6:30 മണിക്ക് തന്നെ തുറക്കും. ഇതൊരു വാർ മെമ്മോറിയലാണ്. അതായത് 1950കളുടെ അവസാനം പണി കഴിപ്പിച്ച ഒരു വാർ മെമ്മോറിയലാണ്. പറഞ്ഞ പോലെ ഇതൊരു ഫ്രഞ്ച് കോളനിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഫ്രഞ്ചുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാനുള്ള സമരങ്ങളിൽ പങ്കെടുത്തവരുടെ മെമ്മറിക്കായിട്ടുള്ള ഒരു ഇതാണ്. ആർക്ക് ഓഫ് ട്രയംഫ് അല്ലെങ്കിൽ ഗേറ്റ് ഓഫ് വിക്ടറി അല്ലെങ്കിൽ വിക്ടറി ഗേറ്റ് എന്നുള്ളൊരു അർത്ഥമാണ് ഇതിനുള്ളത്. ഇത് പാരീസിലെ ഫേമസ് ആയിട്ടുള്ള ആർക്ക് ഡെ ട്രയംഫിന്റെ ഒരു സെയിം കൈൻഡ് ഓഫ് ഡിസൈനാണ്. പക്ഷേ കൂടുതൽ യൂസ് ചെയ്തേക്കുന്നത് ലാവോ കൈൻഡ് ഓഫ് ആർക്കിടെക്ചറാണ്. അതുകൊണ്ടാണ് ഇതിനൊരു വിക്ടറി ഗേറ്റ് എന്ന് മീനിങ് ഉള്ള പേര് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ രാവിലെയും വൈകുന്നേരമൊക്കെ നല്ല തിരക്കാണ്. ഈവനിങ് കുറച്ച് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഉണ്ടെന്ന് തോന്നുന്നു. ഈവനിങ് വരാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ രാവിലെ തന്നെ വന്ന് കാണുകയാണ്. അപ്പോൾ ഇതിന് പട്ടുസായി, പട്ടോക്സി, അങ്ങനെ പല പേരിലാണ് ആൾക്കാർ ഇതിനെ വിളിക്കുന്നത്. നമുക്ക് തൽക്കാലം പട്ടോക്സി എന്ന് തന്നെ പറയാം. വളരെ വിശാലമായ ഏരിയ, ചുറ്റിനും കുറച്ച് ഗവൺമെന്റ് ബിൽഡിങ്ങുകളും അതും ഇതൊക്കെ ഉണ്ട്. വലിയ ട്രാഫിക് ഒന്നുമില്ല. അങ്ങനെ കുറച്ചു നേരം അവിടെ എൻജോയ് ചെയ്യാൻ പറ്റി. ഇവിടെയാണ് ഈ ഈവനിങ് ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഒക്കെ വരുമ്പോഴത്തേക്ക് ഇവിടെ നിന്നാണ് കാണിക്കുന്നതെന്ന് തോന്നുന്നു. അത് അതിനുവേണ്ടിയുള്ള വാട്ടർ ഫൗണ്ടനൊക്കെ ഉണ്ട്. അങ്ങനെ അതൊക്കെ കണ്ട് തിരിച്ച് നമ്മൾ ഹോട്ടലിലെത്തി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പുഴുങ്ങിയ മുട്ടയും ഫ്രൂട്ട്സും കുറച്ച് വെറൈറ്റി ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും അവിടെ നിന്ന് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ നോക്കി ട്രാവൽ തുടങ്ങി. നമ്മൾ അടുത്ത് പോകാൻ ഉദ്ദേശിക്കുന്നത് BNDNലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ് ഫത്താ ലുവാങ് എന്ന് പറയും. അതായത് ഗ്രേറ്റ് സ്തൂപ എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ BNDNലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ലൊക്കേഷനാണിത്. ഇതൊരു സ്തൂപമാണ്, ബുദ്ധിസ്റ്റ് സ്തൂപയാണ്. ഇതിൻ്റെ പഴക്കം കണക്കാക്കിയിരിക്കുന്നത് 3rd സെഞ്ച്വറി BCയിലെ അശോകന്റെ കാലഘട്ടത്തിലാണ് ഇതിൻ്റെ ഒറിജിൻ എന്നാണ് പറയുന്നത്. അശോകന്റെ കാലത്ത് ബുദ്ധഭിക്ഷുക്കള് ഇവിടെ വരികയും അവര് ബുദ്ധന്റെ നെഞ്ചിൽ നിന്നുള്ള എല്ല് കൊണ്ടുവന്ന് ഇവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഐതിഹ്യം. അപ്പോൾ അങ്ങനെ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു ഇതാണ്. പല പ്രാവശ്യം ഇത് യുദ്ധങ്ങളിലും മറ്റുമായി നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, പിന്നെ റീബിൽഡ് ചെയ്തിട്ടുണ്ട്. 18ാം നൂറ്റാണ്ടിൽ, അതായത് തായ്ലൻഡുമായിട്ടുള്ള യുദ്ധത്തിൽ അത് വീണ്ടും നശിപ്പിക്കപ്പെട്ടു. പിന്നെ ഫ്രഞ്ചുകാർ വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും 20ാം നൂറ്റാണ്ടിലാണ് അത് വീണ്ടും പുതുക്കി പണിയാൻ തുടങ്ങിയത്.
അങ്ങനെ വളരെയധികം ചരിത്രം ഉറങ്ങുന്ന ഒരു സ്തൂപമാണിത്. ഇതിന് 3 ലെയർ ഉണ്ട്, 3 ലെവലായിട്ടാണ് ഇതിന്റെ മെയിൻ സ്തൂപ. അതിന്റെ ടോപ്പിൽ കാണുന്ന മെയിൻ സ്തൂപം ഫുള്ള് ഗോൾഡ് പ്ലേറ്റഡ് ആണ്. താഴോട്ട് ചുറ്റിനുമുള്ളതെല്ലാം ഗോൾഡ് പെയിന്റിംഗ് ആണ്. പക്ഷെ ഒറിജിനൽ മുകളിലുള്ളത് ഫുള്ളി ഗോൾഡ് വെച്ചാണ് കവർ ചെയ്തേക്കുന്നത്. പിന്നെ കുറെ പഴയ പുരാതന വസ്തുക്കളും ഒക്കെ ഉണ്ട് അവിടെ. ഈ സ്തൂപമായിട്ട് ബന്ധപ്പെട്ട് പഴയ ബുദ്ധിസ്റ്റ് ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ട കുറെ ബുദ്ധന്റെ പ്രതിമകള്, പല ടൈപ്പിലുള്ള ബുദ്ധൻ പല പോസുകളിൽ ഇരിക്കുന്നത്. അങ്ങനെ ബുദ്ധിസ്റ്റുകളുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഫാത്ത ലുവാങ്. വിയന്റിയനിൽ വരുന്ന ടൂറിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണിത്. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ. ഓൾമോസ്റ്റ് 1.5 മണിക്കൂറോളം അവിടെ സ്പെൻഡ് ചെയ്തു. പല ആചാരങ്ങളും രസകരമാണ്. ഇവിടെ പൂജയ്ക്ക് വെച്ചിരിക്കുന്നത് കൊക്കക്കോളയും മോഡേൺ വസ്തുക്കളും ഒക്കെയാണ്. അതിനടുത്ത് തന്നെയാണ് മറ്റൊരു കോംപ്ലക്സ് ഉള്ളത്. ഇത് ഇവിടുത്തെ ഒരു നാഷണൽ മോണ്യുമെന്റ് ആണ്. അതുകൊണ്ട് കൂടുതലും ടൂറിസ്റ്റുകൾ വന്നു തുടങ്ങും. രാവിലെ തന്നെ വന്നുകൊണ്ടാണ് തിരക്ക് കുറവ്. ഒരു 10-11 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും നല്ല ടൂറിസ്റ്റുകളുടെ തിരക്കാന്നാണ് പറയുന്നത്. ഈ ടൂറിസ്റ്റ് ലൊക്കേഷനുകളിലൊക്കെ രാവിലെ തന്നെ പോവുകയാണെങ്കിൽ വലിയ തിരക്കില്ലാതെ കണ്ടിട്ട് വരാൻ പറ്റും. ഇത് സ്ലീപ്പിംഗ് ബുദ്ധയാണ്. വളരെ വലിയൊരു 40 അടിയോളം നീളമുള്ള ഒരു വലിയ സ്ലീപ്പിംഗ് ബുദ്ധ. മനോഹരമായിരിക്കുന്നു. ഇവിടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ പല സ്ഥലത്തും ഈ സ്ലീപ്പിംഗ് ബുദ്ധ വളരെ ഫേമസ് ആണ്. ഈ ഉറങ്ങുന്ന ബുദ്ധന്റെ പ്രതിമ പലയിടത്തും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മലമുകളിലും പിന്നെ ഇങ്ങനെയുള്ള ബുദ്ധിസ്റ്റ് മൊണാസ്ട്രികളിലും ഒക്കെ സ്ലീപ്പിംഗ് ബുദ്ധ ഒരു ഫേമസ് ആണ്. ഇവിടെ അകത്ത് ക്യാമറ കൊണ്ട് കയറാൻ പറ്റില്ല, അതുകൊണ്ട് പുറത്തുനിന്നുള്ള ഷോട്ടുകളൊക്കെ എടുത്തുള്ളൂ. ടെമ്പിളാണ്, കുറെ ഫോറിനേഴ്സ് ഒക്കെ ഉണ്ട്. ഇവിടെ എന്തോ ഫംഗ്ഷൻ നടക്കാനുണ്ടെന്ന് തോന്നുന്നു. ചെയറുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ ആരെയും കണ്ടില്ല. ഇപ്പോൾ ഒരു 11 മണിയോടെ ആയി കാണും. അപ്പോൾ നല്ല വെയിൽ അടിക്കാൻ തുടങ്ങി, ചൂട് കൂടാൻ തുടങ്ങി. രാവിലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കൂടുതൽ ടൂറിസ്റ്റുകൾ എത്തുന്നുണ്ട്. വളരെ ശാന്തമാണ്, വലിയ ഒച്ചയും ബഹളമൊന്നുമില്ല. ഇവിടെയൊക്കെ ട്രാഫിക് നിരോധിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ കാറുകളും മറ്റ് വാഹനങ്ങളും ഒന്നും ട്രാഫിക് നിരോധനം ഉള്ളതുകൊണ്ട് അതിൽ പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്തിട്ട് നടന്നു വേണം മാക്സിമം ഇവിടെയൊക്കെ കാണാൻ വേണ്ടി. അതുകൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടില്ല, വലിയ വാഹനങ്ങളുടെ ശല്യമൊന്നുമില്ല. കൊച്ചു കുട്ടികൾ സ്കൂളിൽ നിന്ന് കണ്ട് ടൂർ വന്നാന്ന് തോന്നുന്നു. എനിക്കൊന്ന് നഴ്സറി സ്കൂൾ കുട്ടികൾ വല്ലതും തോന്നുന്നു. അവരുടെ നാഷണൽ മോണ്യുമെന്റ് കാണാൻ വേണ്ടി ടൂർ വന്നതായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി അടുത്ത മോണ്യുമെന്റിലെ ലക്ഷ്യം വെച്ച് പോയി. സോ അടുത്ത പോയിന്റ് വാത് സിസാക്കേത്ത് ആണ്. ഇതൊരു 19-ാം നൂറ്റാണ്ടിലെ ഒരു ടെമ്പിള് പിന്നെ മ്യൂസിയം ഉണ്ട്. അപ്പോൾ സിസാക്കേത്ത് മ്യൂസിയത്തിലേക്കുള്ള ടിക്കറ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അകത്ത് കയറാം. ഇവിടെയും കാര്യമായ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ബൈക്ക് പാർക്ക് ചെയ്തിട്ട് നമ്മൾ അതൊക്കെ മ്യൂസിയം കാണാൻ വേണ്ടി അകത്ത് കയറി. നടുക്കായിട്ട് സെൻട്രലി ഒരു ടെമ്പിളാണ്. അതിന് ചുറ്റിനുമായിട്ടാണ് മ്യൂസിയം സജ്ജീകരിച്ചിരിക്കുന്നത്. ഒരു ചുറ്റമ്പലത്തിന്റെ പ്രതീതിയാണ്. നടുക്കൊരു അമ്പലം, പിന്നെ ചുറ്റിനുമുള്ള ബിൽഡിങ്ങിന്റെ വരാന്ത വഴിയാണ് കൂടുതലും ഈ ബുദ്ധന്റെ പ്രതിമകളും മറ്റ് പുരാവസ്തുക്കളും ഒക്കെ അവർ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത്.
രാജാവിൻ്റെ പഴയ സിംഹാസനം. ഇത് ഹാങ് ബോർഡ് എന്ന് പറഞ്ഞൊരു സാധനമാണ്. ഒരു നാഗത്തിൻ്റെ ഷേപ്പുള്ള എന്താ പറയുക, വെള്ളം ഒഴുക്കുന്ന ഒരു പൈപ്പ് പോലെയാണ്, ചാനൽ പോലെയാണത്. ചരിത്രം നോക്കിക്കഴിയുമ്പോഴത്തേക്ക് ഇവർ ഈ പ്രത്യേക പൂജകളൊക്കെ ചെയ്യുമ്പോൾ ഈ സുഗന്ധദ്രവ്യങ്ങളൊക്കെ മിക്സ് ചെയ്ത വെള്ളം ഇങ്ങനെ ഈ ബുദ്ധ വിഗ്രഹത്തിന്റെ മേലെയും പിന്നെ ബുദ്ധ ഭിക്ഷുക്കളുടെ മേലെയും ഒക്കെ ഹാങ് ബോർഡ് എന്ന് പറയുന്ന ഈ നാഗത്തിന്റെ ഷേപ്പുള്ള വാട്ടർ ചാനലിൽ കൂടെയാണ് വെള്ളം തളിക്കുക. അതങ്ങനെ ഒരു പഴയ ഒരു സാധനം അവിടെ ഡിസ്പ്ലേ ചെയ്തേക്കുന്നതാണ്. ഇവിടെയും അകത്തങ്ങനെ ഫോട്ടോ എടുക്കാൻ പാടില്ല. വാതകിൽ നിന്നുകൊണ്ട് അങ്ങനെ ബുധൻ 2 ഫോട്ടോ ഒക്കെ എടുത്തു. ഇതിന് ഓപ്പോസിറ്റ് തന്നെ വീണ്ടും ഒരു ടെമ്പിൾ കൂടിയുണ്ട്. അവിടെ വേറെ ടിക്കറ്റ് എടുക്കണം. മനോഹരമായ ഒരു ഗാർഡൻ ഒക്കെ ഉണ്ട് ഈ ടെമ്പിളിന്റെ ഫ്രണ്ടില്. എല്ലാം ഗോൾഡ് പെയിന്റ് ആണ്. ഈ ബുദ്ധിസ്റ്റ് സ്ഥലങ്ങളിലൊക്കെ കൂടുതലും ഗോൾഡൻ പെയിന്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഗോൾഡൻ കളറാണ് പൊതുവെ കാണുന്നത്. അകത്ത് വീഡിയോ ഫോട്ടോ എടുക്കാൻ പാടില്ല. അതുകൊണ്ട് അതൊക്കെ എന്നുള്ള ഇതാണ് അകത്തെ കാഴ്ചകൾ. ബുദ്ധിസവുമായിട്ട് ബന്ധപ്പെട്ട വളരെയേറെ വസ്തുക്കൾ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതുപോലത്തെ 2-3 സ്തൂപകളും അമ്പലങ്ങളും കാണുമ്പോൾ പിന്നെ ഏതാണ്ടെല്ലാം ഒരേ ശൈലിയും ഒരേ ടൈപ്പുമായിട്ട് ഫീൽ ചെയ്യും. എന്നാൽ പിന്നെ ഒരു ചേഞ്ച് ആവട്ടെ എന്ന് വിചാരിച്ച അടുത്ത് നമ്മൾ കോപ്പ് സെന്ററിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. കോപ്പ് സെന്റർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു NGO ടൈപ്പ് പ്രസ്ഥാനമാണ്. ഈ വിയറ്റ്നാം വാറിന്റെ കാലത്ത് ലാവോയിലും ധാരാളം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിന് സർവൈവായിട്ടുള്ള ആൾക്കാരെ പിന്നെ അംഗവൈകല്യം വന്നവർക്ക് ഹെൽപ്പ് ചെയ്യാന്നുള്ള ഇതിനു വേണ്ടി സ്റ്റാർട്ട് ചെയ്തേക്കുന്നതാണ് ഈ കോപ്പ് സെന്റർ. ഫോറിൻ ഫണ്ടുകളും പിന്നെ ഇവിടെ വരുന്ന വിസിറ്റേഴ്സിന്റെ എന്നൊക്കെ അവർ ഡൊണേഷൻ സ്വീകരിക്കുന്നുണ്ട്. 70s യുദ്ധത്തിന്റെ സമയത്തൊക്കെ കൈയും കാലും ഒക്കെ നഷ്ടപ്പെട്ടവർക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഈ കൈ കാലുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, അവരെ ഒന്ന് പുനരധിവസിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോട് വർക്ക് ചെയ്യുന്ന ഒരു സംഘടനയാണിത് കോപ്പ് സെന്റർ. ഇവിടെ ഈ ലാവോയിലെ പ്രശ്നം ഒത്തിരി അമേരിക്കൻ ബോംബിങ് നടത്താറുണ്ട്. ഈ വിയറ്റ്നാം വാറിന്റെ കാലത്ത് ലാവോയിലും വളരെയധികം ബോംബിങ് നടന്നു. കാരണം വിയറ്റ്നാമിലേക്കുള്ള സപ്ലൈ കൂടുതലും പോയിക്കൊണ്ടിരുന്നത് നോർത്ത് വിയറ്റ്നാമിൽ നിന്ന് ചൈനീസ് സപ്പോർട്ടോടുള്ള സപ്ലൈ പോയിക്കൊണ്ടിരുന്നത് ഈ ലാവോ വഴിയാണ്. അപ്പം അത് തകർക്കാൻ വേണ്ടി അമേരിക്ക ഇവിടെയും വൻപിച്ച ബോംബിങ് നടത്തിയിരുന്നു. അപ്പം ഒത്തിരി ഓർഡിനൻസ് വന്നിട്ട് പൊട്ടാത്ത ബോംബുകൾ ഇപ്പോഴും അവിടെ പല കൃഷിഭൂമിയിലും വനത്തിന്റെ അതിർത്തിയിലും ഒക്കെ അങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ ലോക്കലി ഗ്രാമീണര് വല്ലോ കൃഷി ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് കളയ്ക്കാനോ ഭൂമി തോണ്ടാനോ തുടങ്ങുമ്പോഴത്തേക്കും ഇത് പൊട്ടിത്തെറിക്കും. അങ്ങനെ ഇപ്പോഴും അപകടങ്ങൾ ഉണ്ടാകുന്നുള്ളതാണ് പറയുന്നത്. ഈ ഡിസ്പ്ലേ ചെയ്തേക്കുന്ന അങ്ങനെയുള്ള സാധനങ്ങളുടെ സാമ്പിളാണ്. അപ്പൊ ഇപ്പോഴും ആൾക്കാർക്ക് അപകടം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പൊട്ടാതെ കിടക്കുന്ന സാധനം ഇപ്പൊ അറിയാതെ ചവിട്ടി കഴിഞ്ഞാൽ പൊട്ടുമല്ലോ. അപ്പം ഇവര് ആക്ച്വലി അങ്ങനെ പൊട്ടാതെ കിടക്കുന്ന ഈ ബോംബുകളും മറ്റുമൊക്കെ ഡിറ്റക്ട് ചെയ്ത് അത് ഡിഫ്യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും ചെയ്യാറുണ്ട്. കൃഷിയുടെ ആവശ്യത്തിന് മറ്റുമായിട്ട് ഭൂമി ഒഴിക്കുമ്പോഴുള്ള അപകടങ്ങൾ ഇപ്പോഴും സംഭവിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ധാരാളം പേരങ്ങനെ കൈയും കാലും ഒക്കെ നഷ്ടപ്പെട്ടു. അവർക്കുള്ള പുനരധിവാസമൊക്കെയാണ് അവർ ചെയ്യുന്നത്, ഈ കോപ്പ് സെന്ററിൽ മെയിനായിട്ട് ചെയ്യുന്നത്. പിന്നെ അവരതിനകത്ത് നിന്ന് പറഞ്ഞ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഈ അലൂമിനിയവും ഈ ഇരുമ്പും ഒക്കെ ആയുധങ്ങളിൽ നിന്ന് വേർതിരിച്ചെടുത്തിട്ട് അതുകൊണ്ടുള്ള ടൂൾസ്, പാത്രങ്ങള്, ഈ കത്തികള്, സ്പൂണ്, അങ്ങനെ പല സാധനങ്ങളും അതിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. അതും അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ചെറിയൊരു കുടില് പോലെ സെറ്റപ്പ് വെച്ചിട്ട് അവിടെ അതും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കാണാൻ സാധിക്കും. അവിടെ പോകുന്നവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഡൊണേഷൻ കൊടുക്കുകയും ചെയ്യാം.
പിന്നെ അവിടെ ഇങ്ങനെ സുവനീർ പോലെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് അവരെ സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ പല രീതിയിലുള്ള സപ്പോർട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക് ഉച്ചയായി, നന്നായിട്ട് വിശക്കാൻ തുടങ്ങി. പിന്നെ അടുത്ത് തന്നെ ഒരു നല്ല സ്ട്രീറ്റ് ഫുഡിന്റെ സ്ഥലം കണ്ടു. ഇരുന്ന് കഴിക്കാൻ പറ്റിയൊരു ഹോട്ടലും തൊട്ടടുത്ത് തന്നെ അവരുടെ റെസ്റ്റോറൻറ്റ് പോലെ ഉണ്ട്. അപ്പോൾ രണ്ട് സ്ഥലത്തു നിന്നായിട്ട് അങ്ങനെ ലഞ്ച് ഫിനിഷ് ചെയ്തു. നല്ല ഫുഡായിരുന്നു, ചൂടുള്ള നല്ല ഫുഡായിരുന്നു. അപ്പോൾ തിരിച്ച് നമ്മൾ റൂമിൽ വന്നിട്ട് ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അടുത്ത ഈവനിങ് കറക്കത്തിന് മുമ്പായിട്ട് 1 മണിക്കൂർ റെസ്റ്റ് എടുത്തു. ഇനിയിപ്പം പോകാൻ ഉദ്ദേശിക്കുന്ന ഇവിടുന്ന് ഒരു 20-25 കിലോമീറ്റർ ദൂരമുണ്ട്. അതും ഓൾമോസ്റ്റ് തായ്ലൻഡ് ബോർഡറിനടുത്താണ്. ലാവോയുടെ ഒരു ലാൻഡ് ബോർഡറിനടുത്തായിട്ടാണ് ഈ സ്ഥലം വരാൻ പോണത്. ഇവിടെ ഒരു കണ്ടെയ്നർ ലോറി മറിഞ്ഞു കിടപ്പുണ്ടല്ലോ, അതിലും പോലീസൊക്കെ ഒന്ന് ഗൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇന്ത്യയിൽ നിന്ന് പോയി ബൈക്ക് ഓടിക്കുമ്പോഴത്തേക്ക് ഇവിടെ വളരെ പീസ്ഫുള്ളായിട്ട് തോന്നും. നാട്ടിലെ ഒരു ബഹളവും തിരക്കും ഒച്ചയും പൊടിയൊന്നുമില്ല. റോഡ് കാണുന്ന പോലെ ട്രാഫിക്കൊന്നുമില്ല. അപ്പോൾ ഒരു 20 കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വാത്ത് സിയങ് കുവാനിലെത്തും. വാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പിൾ എന്നാണ്. തായ്ലൻഡിനടുത്താണ്, തായ് വേർഡാണത്. വാത്ത് എന്ന് പറഞ്ഞാൽ തായ് ഭാഷയിൽ അമ്പലം എന്നുള്ളതാണ്. അപ്പോൾ അതാണ് വാത്ത് സിയങ് കുവാൻ. സിയങ് കുവാൻ എന്ന് പറഞ്ഞാൽ സ്പിരിറ്റ് സിറ്റി എന്നുള്ള ഒരു അർത്ഥമാണ് വരുന്നത്. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് ഈ വാത്ത് സിയങ് കുവാനിലേക്ക് കയറി. 1950-കളുടെ അവസാനം നിർമ്മാണം ആരംഭിച്ച ഒരു സ്ഥലമാണ്. ഇതൊരു ബുദ്ധിസ്റ്റ് സന്യാസി സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോൾ ഹിന്ദുയിസവും ബുദ്ധിസവും കൂടെ ചേർന്നുള്ള ഒരു കൺസ്ട്രക്ഷനാണ് ഇവിടെ ഉള്ളത്. കാരണം നമുക്ക് രാമായണത്തിലെയും മഹാഭാരതത്തിലെയും കഥാപാത്രങ്ങളെയൊക്കെ ഇവിടെ കാണാം. കൂടാതെ ബുദ്ധനെയും കാണാം. അങ്ങനെ ഈ സന്യാസി ആക്ച്വലി 2 ധാരകളും കൂടെ ഒന്ന് യോജിപ്പിക്കാൻ ശ്രമിച്ച ആളാണെന്ന് തോന്നുന്നു, ബുദ്ധിസവും ഹിന്ദുയിസവും കൂടെ. ലാവോയിൽ 75-ലെ വിപ്ലവം കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി പതുക്കെ തായ്ലൻഡിലേക്ക് പോയി. മെക്കോങ് റിവറിന്റെ അതർ സൈഡ് പോയി കഴിഞ്ഞാൽ അവിടെ തായ്ലൻഡാണ്. അപ്പോൾ പുള്ളി അങ്ങോട്ട് 75 കഴിഞ്ഞപ്പോഴത്തേക്ക് 1975 കഴിഞ്ഞ് പുള്ളി അങ്ങോട്ട് എസ്കേപ്പ് ചെയ്ത് അവിടെ ഇതുപോലെ തന്നെ ഒരു വാത്ത് ഉണ്ടാക്കി, അതായത് ഒരു അമ്പലം ഉണ്ടാക്കി. അവിടെ നോക്കിയാൽ ഇത് കാണാം, കുറെ ഏതാനും കിലോമീറ്ററുകൾ വ്യത്യാസമുള്ളൂ. അതിന്റെ ഒരു ഹയസ്റ്റ് പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ടെമ്പിളും കാണാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മെക്കോങ് റിവറാണ് ഈ കാണുന്നത്. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് തായ്ലൻഡ്. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. ഈവനിങ് ഇവിടെ നല്ല റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്. അവിടെ മെക്കോങ് റിവറിന്റെ സൈഡിലും ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയുള്ള നല്ല മനോഹരമായ റെസ്റ്റോറൻറ്റ് സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ടൂറിസ്റ്റുകൾ അധികം ഇല്ലാത്ത കാരണം അതും ഇങ്ങനെ ഒരു വിജനമായ പ്രതീതിയായിരുന്നു. അതോടുകൂടി വിയൻറ്റിയനിലെ ലോക്കൽ മേജർ കാഴ്ചകളെല്ലാം അവസാനിപ്പിച്ചു. തിരിച്ച് ഹോട്ടലിലേക്ക് റെഡി ചെയ്യാൻ തുടങ്ങി. ഒരു 3/4 മണിക്കൂർ എടുക്കുക. 25 കിലോമീറ്ററേ ഉള്ളൂ. അതൊക്കെ ഒരു റിലാക്സ് ചെയ്ത് 3/4 മണിക്കൂർ കൊണ്ട് ബൈക്ക് ഓടിച്ച് തിരിച്ച് നമ്മൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഹോട്ടലിൽ ചെല്ലണം. പിന്നെ ഈ ബൈക്ക് റിട്ടേൺ ചെയ്യണം. ഈ ബൈക്ക് തിരിച്ചു കൊടുക്കണം. ഇത് നമ്മുടെ 150cc ഉള്ള വണ്ടിയായിരുന്നല്ലോ. അപ്പോൾ അത് നമ്മൾ ഇന്നത്തേക്ക് മാത്രം എടുത്താണ്. അതുകൊണ്ട് ഫുവാക്കിൽ കൊടുത്തിട്ട് നമ്മൾ ആ 250cc ഉള്ള നാളെ മുതൽ 10 ദിവസം ഇനി കണ്ടിന്യൂസ് ഔട്ട് സ്റ്റേഷൻ പോകേണ്ടതാണല്ലോ. കൊണ്ട് വീണ്ടും ഇന്നലെ റെഡി ആയിക്കൊണ്ടിരുന്ന XR 250 എടുത്തുകൊണ്ട് റൂമിലേക്ക് പോകുന്നു. ഇതാകുമ്പോൾ കുറച്ചുകൂടെ പവർഫുൾ ആണ്. ലോങ് ഒക്കെ ഓടിക്കുമ്പോൾ കുറച്ചുകൂടെ സ്പീഡിൽ പോകാൻ പറ്റും. XR 150 ആകുമ്പോൾ നമ്മുടെ പഴയ ഒരു ഹീറോ ഹോണ്ട സ്റ്റൈലാണ്. വലിയ പവറൊന്നുമില്ല. ഹോട്ടലിൽ ചെന്ന് ബൈക്ക് പാർക്ക് ചെയ്ത് കുളിയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. ഈവനിങ് വീണ്ടും നമ്മൾ അങ്ങനെ റിവർ സൈഡിലേക്ക് തന്നെ വന്നു. ഇന്ന് അവിടെ എന്തോ കൾച്ചറൽ പ്രോഗ്രാം ഒക്കെ നടക്കുന്നുണ്ട്. എന്തോ ചൈന കൾച്ചറൽ ഫെസ്റ്റിവൽ പോലെയാണെന്ന് തോന്നുന്നു. ചൈനയിലെ ബാലെ ടൈപ്പ് എന്തോ ആക്ടിവിറ്റി ഒക്കെ നടക്കുന്നുണ്ട്.
കുറച്ച് പേരൊക്കെ ഇരുന്ന് കാണുന്നൊക്കെ ഉണ്ട്. അങ്ങനെ വീണ്ടും റിവർ സൈഡിലെ റെസ്റ്റോറൻറ്റുകളൊക്കെ ഒന്ന് കയറി ഇറങ്ങി ഡിന്നറൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഒരു 9 മണിയോടുകൂടി തിരിച്ച് റൂമിലെത്തി ഇന്നത്തെ യാത്ര അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ നാളെ നമ്മൾ ഇവിടുന്ന് നേരെ ലുവാങ് പ്രഭാങ്ങിലേക്ക് യാത്ര പോകണം. അതൊരു 370 കിലോമീറ്റർ ഉണ്ട്. എങ്ങനെയാണെങ്കിലും ഒരു ഫുൾ ഡേ റൈഡാണ്. കാരണം ഇവിടെ കുറേ മെയിൻ സിറ്റികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റോഡൊക്കെ ഭയങ്കര മോശമാണ്. അതുകൊണ്ട് എന്തായാലും നാളെ രാവിലെ നേരത്തെ പുറപ്പെട്ട് വൈകുന്നേരത്തോടുകൂടി ലുവാങ് പ്രഭാങ്ങിൽ എത്താമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ലുവാങ് പ്രഭാങ്ങിന്റെ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും അടുത്തൊരു എപ്പിസോഡിൽ കാണാം. ഇത്രയും നേരം കൂടെ സഞ്ചരിച്ചതിന് നന്ദി. ഇതുപോലുള്ള ബൈക്ക് യാത്രകളൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരു പുതിയ ചാനലാണ്, എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. Make prolific confessions into the